Good evening, ladies and gentlemen. A warm welcome to all of you who have gathered here for the much anticipated and cherished program of the year, the Christmas Carol service of Jerusalem Marthoma Church, Nandangod 2023. It is a season of love, joy, warmth, togetherness, and the magic of Christmas is in the air. Let us listen to the beautiful songs of both the senior and junior choirs and participate prayerfully in this service as we remember the night when our Savior was born with reverence, adoration, and a grateful heart. After the vestry prayer, I request the congregation to rise as the choir enters the church as a procession. We will be singing the opening hymn, Pardon Inba Geetham. I request the congregation to also please join the choir. പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, 2023 ആണ്ടിൻ്റെ ക്രിസ്മസ് രാവുകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ വർഷത്തിലുടനീളം ഞങ്ങളെ ജീവിപ്പിച്ച ദൈവകൃപയുടെ അപാരതയ്ക്കായിട്ട് നന്ദി. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് മുന്നിൽ ഒരു രക്ഷകനുണ്ടായിരുന്നല്ലോ. കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ ദൈവം മനുഷ്യകുമാരനായി മനുഷ്യ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ വന്ന് പിറന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഈ വർഷത്തിലുടനീളം ഞങ്ങളെ കാവൽ കാത്ത കരുണയ്ക്ക് ഞങ്ങൾ നന്ദിയുടെ സ്തോത്രത്തിൻ്റെ നറുമലരുകളായി ഞങ്ങളുടെ ഗാനസ്തുതിയെ ഈ കാരൽ സന്ധ്യയിൽ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഗാനസ്തുതികളിൽ സ്വർഗം സംപ്രീതിയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വജനത്തിലുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. കർത്താവായ ക്രിസ്തു രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് പിറന്നിരിക്കുന്നു എന്ന് ലോകത്തോടൊന്നാകെ വിളിച്ചു പറയുമ്പോൾ ആ ശബ്ദത്തിൻ്റെ മാറ്റൊലികൾ ലോകത്തിന് സമാധാനപൂരിതമായി തീരുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് തളരിതമായി തീരുവാൻ അവിടുന്ന് ഈ രാത്രികാലം ഇടയാക്കണം. സ്വർഗീയ മലാമുഖമാർക്കെന്ന പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ഗായക സംഘങ്ങളുടെ ഗാനസ്തുതിയെ ഈ രാത്രി മഹത്വത്തിൻ്റെതാക്കി തീർക്കണം. കടന്നു വന്ന ജനത്തെ അവിടുത്തെ ആത്മാവിൻ്റെ നിറവോടുകൂടി നയിക്കണം. സകലവും ബേഥലേമിജാതനായ ഉണ്ണീശു മൂലം പ്രാർത്ഥിക്കുന്നു. കേട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.
I now invite Reverend Anil George Achan, our vicar, to welcome the gathering. തിരുപ്പിറവിയുടെ ആഘോഷ രാവിലേക്ക് എല്ലാവർക്കും, വിശിഷ്ട അതിഥി, നമ്മുടെ അതിഥികൾ, അതോടൊപ്പം തന്നെ നമ്മളുമായി സുഹൃത്ത് ബന്ധങ്ങളിൽ ഈ ആലയത്തിൻ്റെ കരൾ സർവീസിലേക്ക് വന്നിരിക്കുന്നവർ, നമ്മുടെ ആലയത്തിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ വന്ദനം നേർന്നുകൊള്ളട്ടെ. ഗാസയിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടേഴ്സിൽ ഒരാളായിരുന്നു നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ഹമാൻ അല്ലോഹു. ബോംബിൻ്റെ ആക്രമണ നാളുകളിൽ, ഷെൽ വർഷത്തിൻ്റെ നാളുകളിൽ പത്രപ്രവർത്തകർ ഹമാമിനോട് ചോദിച്ചു, നിങ്ങൾ ഈ ദേശം ഗാസ വിട്ടുപോകാത്തതെന്ത്? ഡോക്ടർ ഹമാം അല്ലോഹു പറഞ്ഞ വാക്കുകൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പോയാൽ രോഗികളെ ആർ പരിപാലിക്കും? അവർ വൈദ്യസഹായം അർഹിക്കുന്ന മനുഷ്യരാണ്. എൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തിക്കാനും രോഗികളെ ഉപേക്ഷിക്കാനുമല്ല 14 വർഷത്തിൽ കൂടുതൽ ഞാൻ മെഡിസിൻ പഠിച്ചത്. ഞാൻ പോയാൽ രോഗികളെ ആർ പരിപാലിക്കും? അവർ വൈദ്യസഹായം അർഹിക്കുന്ന മനുഷ്യരാണ്. എൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തിക്കാനും രോഗികളെ ഉപേക്ഷിക്കാനുമല്ല 14 വർഷത്തിൽ കൂടുതൽ ഞാൻ മെഡിസിൻ പഠിച്ചത്. ഈ വാക്കുകൾ പറഞ്ഞ് 2 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മൂത്ത മകനും ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. നമ്മളായിരിക്കുന്ന ലോകം ഒരുപാട് അരക്ഷിതാവസ്ഥയിലുള്ള, ഉപേക്ഷിക്കപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാലസ്തീൻ്റെ ഗാസയുടെ മുനമ്പുകളിൽ മാത്രമല്ല, ഒഫീഷ്യൽ റിപ്പോർട്ടിംഗ് അനുസരിച്ച് 18,000 ആൾക്കാരാണല്ലോ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിലേറെയും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാകുന്നു എന്നുള്ളത് അതിൻ്റെ നിസ്സഹാവസ്ഥയുടെ തീവ്രതയെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ്. എന്നാൽ അങ്ങ് വരെ പോണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ നോക്കിയാലും നമുക്ക് ഈ വിധമായ സങ്കടങ്ങൾ ഒരുപാട് ഇന്ന് കാണാൻ സാധിക്കും. ഡിസംബർ മാസം ക്രിസ്മസിൻ്റെ നാളുകളായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു നല്ല പതിവാണ് റൗണ്ട്സിനായിട്ട് വീടുകളിലൊക്കെ ഇറങ്ങുക എന്നുള്ളത്. ആ വീടുകളിൽ ഇറക്കുമ്പോൾ ഒരു വൈകിട്ട് സായാഹ്നങ്ങളിൽ നല്ലൊരു കുളിർകാറ്റടിക്കുക സ്വാഭാവികമാണ്. തലയൊക്കെ തൊട്ട് നോക്കിയാൽ ഒരു മഞ്ഞിൻ കണങ്ങളുടെ നനുത്ത സ്പർശനം ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷേ എന്തേ 2023 ഇതിനോടകം 9 ദിവസങ്ങൾ റൗണ്ട്സിന് ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഒരു ദിവസവും കുളിർകാറ്റടിച്ചില്ല. തല തൊട്ട് നോക്കിയപ്പോൾ നനവ് ഒരു ദിവസവും കാണാനായിട്ട് ഇടയായില്ല. മറിച്ച് വല്ലാതെ ഹ്യൂമിഡിറ്റിയിൽ കുളിക്കുന്ന, വിയർത്ത് കുളിക്കുന്ന ഒരു അനുഭവമാണ്. പ്രകൃതി തന്നെ ഉപേക്ഷിക്കപ്പെട്ടു പോവുകയാണ്. പ്രകൃതി തന്നെ അരക്ഷിതാവസ്ഥയിലാകുകയാണ്. റൗണ്ട്സിൻ്റെ ദിനങ്ങളുടെ മറ്റൊരു അനുഭവം കൂടി പങ്കിടട്ടെ. ചില ദിവസങ്ങളിലൊക്കെ രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട ആൻറ്റി അങ്കിളൊക്കെ വിളിച്ചിട്ട് അച്ഛനോട് പറയും, അച്ഛോ ഇന്നാണ് ഞങ്ങളുടെ ഏരിയയിൽ കരോൾ റൗണ്ട്സ് വരുന്നത്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളെന്ന് അച്ഛൻ അറിയാമല്ലോ. ഒരു 8 മണിക്ക് മുമ്പ് വരാനായിട്ട് അവരോട് പറയണേ. തത്ര പിടിച്ച് ബുദ്ധിമുട്ടി 8 മണിക്ക് മുമ്പൊക്കെ അവിടെ ചെല്ലും. കാണുന്ന കാഴ്ച രസകരമാണ്. അപ്പനും അമ്മയൊക്കെ വീട്ടിനകത്ത് ഫ്രണ്ട് വാതിലൊക്കെ തുറന്നിട്ട് ദൂരേക്ക് നോക്കി കാത്തിരിക്കുകയാണ്. കരോൾ റൗണ്ട് സംഘത്തെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഞങ്ങൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ വന്നവരെ സ്വീകരിക്കുന്ന ആതിഥേയ മര്യാദയുടെ ഭാഗമായി പ്രിയപ്പെട്ട അങ്കിളും ആൻറ്റിയൊക്കെ പിടിച്ചെഴുന്നേക്കാൻ ശ്രമിക്കും. ആ എഴുന്നേൽപ്പിൻ്റെ പാട് കാണുമ്പോൾ ഞങ്ങൾ പറയും, ഇരുന്ന് കേട്ടാൽ മതി, ഇരുന്ന് കേട്ടാൽ മതി, ഇരുന്ന് കേട്ടാൽ മതി. പാട്ടുകൾ സുന്ദരമായിട്ട് ആരംഭിക്കും. തോമസ് കുട്ടി സാറും പ്രീതിയും, നമ്മുടെ സൂസനും ഷീലയും, അതുപോലെ ജോർജ് ജോസഫ് സാറും ബിജിയും, പ്രിയപ്പെട്ട തോമസ് ജോർജും ഒക്കെ അനേകം കുഞ്ഞാറ്റക്കിളികൾ, കൂടെ 10-15 യങ്സ്റ്റേഴ്സും ഉണ്ടല്ലോ. അവരോട് ചേർന്ന് ഗാനത്തിൻ്റെ പാട്ടുകൾ വളരെ സുന്ദരമായിട്ട് അങ്ങോട്ട് തുടങ്ങും. കന്യാസുതന് വന്ദനം, ദേവനന്ദന് വന്ദനം എന്നാണ് പാടുന്നത്. പക്ഷേ പാടുന്ന സമയത്ത് ഞാൻ ഈ മാതാപിതാക്കളുടെ മുഖം ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ നെറ്റുകൾ ചുളുങ്ങുന്നത് കാണാം, അവരുടെ പുരിയങ്ങൾ വളയുന്നത് കാണാം, അവരുടെ മൂക്ക് കോടുന്നത് കാണാം, അവരുടെ ചുണ്ടുകൾ അത് ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത് കാണാം. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവരുടെ എല്ലാം മുഖത്ത് രൂപപ്പെടുവാനിടയാകുകയാണ്. ആ ക്വസ്റ്റ്യൻ മാർക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തും. അവർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം, ഇതെന്തൊരു വന്ദനമാണ്, ഇതെന്തൊരു ക്രിസ്മസിൻ്റെ കാലങ്ങളിലൂടെയാണ് ഞങ്ങളീ കടന്നു പോകുന്നത്. തീർന്നില്ല, ഇറങ്ങുന്നതിന് മുമ്പ് പറയുന്നൊരു വാക്ക് അതിലും വേദനകരമാണ്. അവർ പറയാറുള്ളൊരു വാക്ക് ഇതാണ്, അടുത്ത വർഷം ക്രിസ്മസിന്
അച്ഛാ ഞങ്ങൾ കാണുമോ എന്നറിയില്ല. ജീവിതത്തിൻ്റെ ഉപേക്ഷകൾ, ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥകൾ, ഇത് ഗാസയിൽ വരെ പോണ്ട, നമ്മുടെ ചുറ്റുപാടുമൊക്കെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. 2023 ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അരക്ഷിതമാക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ, ഉപേക്ഷിക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ക്രിസ്മസ്. എല്ലാവരും കൂടെ ഉണ്ടാകാം, പക്ഷേ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ മധ്യത്തിൽ പറയുക ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്നാൽ ക്രിസ്മസിൽ ഈ സന്ദേശം അർത്ഥവത്തായി തീരുന്നത് ക്രിസ്മസിൻ്റെ രക്ഷാപദ്ധതിയിൽ കൂടെ ചേർന്നവർക്കൊക്കെ ഈ ഉപേക്ഷയും അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ മാതാപിതാക്കൾ മറിയയും ജോസഫും എത്ര സുരക്ഷിതമായി അവരുടെ വീടുകളിൽ പാർത്തിരുന്നവരാണ്. എന്നാൽ ഒരു നാളിൽ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അരക്ഷിതാവസ്ഥയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. തങ്ങളുടെ വീടുകൾ വിട്ടിട്ട്, സത്രങ്ങളിൽ ഇടമില്ലാഞ്ഞിട്ട് അവസാനം കാലിത്തൊഴുത്തിൻ്റെ അഭയാർത്ഥികളായിട്ട് തീർന്ന ഉപേക്ഷയുടെ സാഹചര്യമല്ലേ നമ്മൾ കാണുന്നത്? ജീവിതത്തിൻ്റെ സുരക്ഷയുടെയും സുഭിക്ഷതയുടെ അനുഭവങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടതായ പശ്ചാത്തലങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. ആട്ടിടയന്മാരും അങ്ങനെ തന്നെ ഉപജീവനത്തിന് വേണ്ടിയായിരിക്കാം, എന്നാൽ ഉപജീവനത്തിന് വേണ്ടി അവരുടേതായ ഭവനങ്ങൾ വിട്ടിട്ട് മലമ്പ്രദേശങ്ങളുടെ അഭയാർത്ഥികളായിട്ട് തീരുകയാണ്. കിഴക്കിൽ നിന്നുള്ള വിദ്വാൻമാർ ലോകത്തിൻ്റെ രക്ഷകൻ്റെ അപൂർവ ജനനം കണ്ടുകൊണ്ട് നക്ഷത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. എന്നാൽ ആ യാത്ര ചെയ്യുന്ന സമയത്തും ഓർക്കണം, എത്രയോ ദിനരാത്രങ്ങൾ വഴിത്താരകളിൽ നിരാലംബരായിട്ടാണ് അവരുടെ യാത്ര തുടരുവാനിടയാകുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് 2023 എൻ്റെ ആലയത്തിലായിരിക്കുന്ന ദൈവജനത്തോട് വളരെ വ്യക്തമായിട്ട് പറയാൻ ദൈവം എനിക്ക് ബലം തരുന്നുണ്ട്. ഉപേക്ഷകളുടെയും ഒരുപാട് അരക്ഷിതാവസ്ഥകളുടെ അനുഭവത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എങ്കിലും ജീവിതം ഉപേക്ഷിക്കപ്പെട്ട, സുരക്ഷിതമായിരുന്നതിൽ നിന്ന് സുഭിക്ഷമായിരുന്നതിൽ നിന്ന് ഉപേക്ഷത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപിടി അനുഭവങ്ങളുടെ ചരിത്രമുള്ളതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിശ്ചയമായും ഈ ദൈവം കൂടെ നിന്ന് നമ്മെ സുരക്ഷിതത്വത്തിലേക്ക് മടക്കി വരുത്തുന്ന ഒരു വലിയ അനുഭവം. ഇതത്ര ഈ ക്രിസ്മസിൽ ഒരു സന്ദേശമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ വലിയ സന്ദേശം വീണ്ടും വളരെ ശക്തിയോടെ മുഴങ്ങാൻ ഇടയാകട്ടെ എന്നാരംഭമായി പറയുകയാണ്. ഗോഡ് ഈസ് വിത്ത് us ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ഇൻസെക്യൂരിറ്റീസ് ആൻഡ് നെഗ്ലിജൻസ്. ഇത് 2023 സന്ദേശമായി നമ്മുടെ മനസ്സുകളിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. തുടർന്ന് എൻ്റെ നിയോഗത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് കരൽ സന്ധ്യയുടെ മുഖ്യ അതിഥിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രീ ആർ രാജഗോപാൽ, എഡിറ്റർ അറ്റ് ലാർജ് ടെലഗ്രാഫ് ഇംഗ്ലീഷ് ഡെയിലി ന്യൂസ് പേപ്പർ. അദ്ദേഹത്തെ ഇന്ന് ഭാരതത്തിലെ തന്നെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഡോക്ടർ രാജഗോപാൽ. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും അതിനുശേഷം ഡിവാൻഡം പ്രസ് ക്ലബിലൂടെ ജേർണലിസം കോഴ്സ് ഗോൾഡ് മെഡലോടുകൂടി പാസ്സാകുകയും തുടർന്ന് ടൈംസ് ഓഫ് ഇന്ത്യ, കൽക്കട്ട എക്കണോമിക് ടൈംസ്, ഇന്ത്യ ടുഡേ, മുംബൈ ബിസിനസ് സ്റ്റാൻഡേർഡ്, ശേഷം 1996 മുതൽ ടെലഗ്രാഫ് ന്യൂസ് പേപ്പറിനോട് ജോയിൻ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് ടെലഗ്രാഫ് ന്യൂസ് പേപ്പറിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിപ്പാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായി. ഈ നാളുകളിൽ ചില പ്രത്യേക ആ പത്രസ്ഥാപനയുടെ ക്രമീകരണത്തിൻ്റെ ഭാഗമായി എഡിറ്റർ അറ്റ് ലാർജ് എന്നതായ പ്രത്യേക പദവി അദ്ദേഹം വളരെ സമുന്നതമായ നിലയിൽ വഹിച്ചുകൊണ്ട് ഇരിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം വളരെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ധീരതയോടും വളരെ വ്യക്തതയോടും നിലകൊള്ളുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് ശബ്ദം കാതോർത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ. ഈ വർഷത്തെ ക്രിസ്മസിൽ നമുക്ക് അദ്ദേഹത്തെ കാതോർക്കാൻ കഴിയുന്നത് ഏറ്റവും സന്തോഷകരമായ അനുഭവമായിട്ട് ഞാൻ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ട ആർ രാജഗോപാൽ അവർകൾ കൽക്കട്ട മർത്തോമ ചർച്ചിൻ്റെ മെമ്പറാണ്. നമ്മുടെ സഭാധാരക എന്ന സഭയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു നല്ല എഴുത്തുകാരനാണ്. എക്യുമെനിക്കൽ ഫോറങ്ങളിൽ വളരെ അറിയപ്പെടുന്ന, ക്രിസ്ത്യൻ എക്യുമെനിക്കൽ ഫോറങ്ങളിൽ വളരെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്. നമ്മുടെ സഭയുടെ എബ്രഹാം അൽപ്പാൻ മെമ്മോറിയൽ ലെക്ചർ, ഡോക്ടർ യുഹാനോൻ മർത്തോമ മെമ്മോറിയൽ ലെക്ചറിലൊക്കെയും അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നമ്മുടെ ഇടവാംഗമായ ശ്രീമതി ലീലാമ നൈനാൻ ഫാമിലിയുടെ മകൾ മിനി അത്രേ. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകൾ ഇപ്പോൾ
ഈ ഒരു ജേർണലിസം പാതയിൽ തന്നെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് ജേർണലിസം പാതയിൽ തന്നെ കാലിഫോർണിയയിൽ അവിടെയുള്ളതായ ഒരു ന്യൂസ് പേപ്പറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മകൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി 3rd ഇയർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട രാജഗോപാൽ സാറിനെ ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചതിൽ ഒരുപാട് അതിയായ സന്തോഷമുണ്ട്. ഏറ്റഹാർദ്ദമായി കരോൾ സന്ധ്യയുടെ എല്ലാ നിറവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സ്നേഹാദണ്യനായ TS ശ്യാമലച്ചൻ്റെ സൗമ്യവും ദീപ്തവുമാകുന്ന സാന്നിധ്യം ഈ രാത്രിയെയും ഏറെ ധന്യവത്താക്കുന്നു. പ്രിയപ്പെട്ട TS ശ്യാമലച്ചനെയും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഒരു കരൾ സന്ധ്യയുടെ ശ്രദ്ധാകേന്ദ്രം നിശ്ചയമായിട്ടും ഗായക സംഘമാണ്. നിങ്ങൾ മുമ്പിലേക്ക് നോക്കിയാൽ എത്ര മനോഹരമാണ്. നീലക്കടൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ, ഒരു നീലാകാശം പന്തൽ വിരിച്ച് നിൽക്കുന്നത് പോലെ അതിൻ്റെ മധ്യത്തിലാണ് ഇതിനു വേണ്ടി ടൈം വേർതിരിക്കേണ്ടത്, ഇതിനു വേണ്ടി തങ്ങളുടെ സമയവും മറ്റു കാര്യങ്ങളും വേർതിരിക്കേണ്ടത്, അധ്വാനങ്ങളും ഒക്കെ വേർതിരിക്കേണ്ടത്. 2 കുടുംബമായിട്ട് അവരോട് ആവശ്യപ്പെടുന്ന ഡിമാൻഡ്സ് ഒരുപാടുണ്ട്. ആ കുടുംബത്തിൻ്റെ ഡിമാൻഡ്സ് പലതും മാറ്റിവെച്ചാൽ മാത്രമേ ഈ ഒരു ട്രെയിനിങ് സെഷനെ അതിനകത്ത് ആഡ് ചെയ്ത് അതിനെ പൂരിതമാക്കി തീർക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഈ 2 വെല്ലുവിളികളെയും വളരെ ധൈര്യപൂർവ്വം, വളരെ ദൈവകൃപയോടെ തങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി അഭിമുഖീകരിച്ച വലിയൊരു വൃന്ദമാണ് ഈ ദീർഘനാളിൻ്റെ പ്രയത്നം കഴിഞ്ഞിട്ട് ഇന്ന് നമ്മോട് ഈ പ്രസൻറ്റേഷനായിട്ട് ഇവിടെ ആഗതരായിരിക്കുന്നത്. നമ്മുടെ സ്വന്തം കുടുംബത്തിൻ്റെ ഭാഗമാണല്ലോ അവരെല്ലാവരും. പ്രത്യേകിച്ച് ഈ ഗായക സംഘത്തിന് ഈ വർഷക്കാലം ചടുലമായി നേതൃത്വം നൽകുന്നത് അതിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഡോക്ടർ ജെനി ലിൻ കോവൂറും അതിൻ്റെ ട്രഷറർ എന്നുള്ള നിലയിൽ ആരോൺ മനോജുമാണ്. 2 പേരുടെയും പരിശ്രമങ്ങൾ എന്ന് പറയുന്നത് സ്വല്പം തെറ്റായിരിക്കും. അശ്രാന്ത പരിശ്രമങ്ങൾ, ഹാർഡ് വർക്ക് ഒരുപാട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ദിനങ്ങളിലൊക്കെ, ഈ ആഴ്ചകളിലൊക്കെ പല ദിവസങ്ങളിൽ രാവിലെ എന്നെ വിളിച്ചുണർത്തുന്നത് തന്നെ ഡോക്ടർ ജിനിയുടെ ഫോൺ കോളുകളാണ്. നമ്മുടെ ഗായക സംഘത്തിന് അതുപോലെ ശക്തമായ മ്യൂസിക് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോസ് സാറാണ്. ഒരു സംഗീത സാഗരത്തിൻ്റെ ചക്രവർത്തിയായി ഞാൻ അദ്ദേഹത്തെ കാണുവാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 20ഓളം വർഷങ്ങൾ അതോ അതിലധികവുമായിട്ടുണ്ട്. അദ്ദേഹം സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് ദിനങ്ങൾ യാത്ര ചെയ്തു വന്ന്, ട്രെയിനിൽ യാത്ര ചെയ്തു വന്ന് നമ്മുടെ ആതിഥേയത്വം സ്വീകരിച്ച് വളരെ മനോഹരമായ ഗാനത്തിൻ്റെ വീഴ്ചകൾ മീട്ടുവാൻ അദ്ദേഹം നൽകിയ ട്രെയിനിങ് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു ടെക്നോ വേൾഡിലെ മ്യൂസിക് രാജകുമാരനായിട്ട് ഞാൻ പ്രിയപ്പെട്ട വിനു വർഗീസ് ചെറിയാൻ അവരുകളെ കാണുകയാണ്. അവർ നൽകിയ ഗാനത്തിൻ്റെ ഒരു വലിയ ട്രെയിനിങ്ങാണ് തുറന്ന് നമ്മൾ വീക്ഷിക്കാനായിട്ടും നമ്മൾ കേൾവിക്കാരായി തീരാനായിട്ടും പോകുന്നത്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും, ഗായക സംഘത്തെ ഒന്നാകെ ഈ കാരൽ സന്ധ്യയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട യുവജന സഖ്യാംഗങ്ങൾ ഈ ആലയത്തിൻ്റെ അകത്തളങ്ങളെ അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നത് വാസ്തവത്തിൽ അവരുടെ അധ്വാനങ്ങളാണ്. ഞാൻ വീടുകൾ സന്ദർശിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ ട്രീ ആരാണ് അലങ്കരിച്ചത്, ഈ ജനലിൽ കാണുന്ന ഈ വർക്കുകളൊക്കെ ആരാണ് ചെയ്തത്? അവർ പറഞ്ഞു 1000 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ചെയ്തതാണെന്ന് പറയാനിടയായി. പക്ഷേ ഞാൻ വളരെ അഭിമാനത്തോടെ പറയട്ടെ, എൻ്റെ ആലയത്തിലെ ഒരു പണിയും അങ്ങനെ ആരെയും കൊണ്ട് നിർത്തി ചെയ്തല്ല, മറിച്ച് അവർ ഓൺ ചിൽഡ്രൻ, അവർ ഓൺ യങ്സ്റ്റേഴ്സ്, മറിച്ച് അവരുടെ ഉള്ളിൻ്റെ നിറഞ്ഞു കവിയുന്ന ഒരു ദൈവിക സ്പർശനം ഈ അലങ്കാരങ്ങളിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കരോൾ റൗണ്ട് സർവീസിന് നേതൃത്വം നൽകുന്ന, കോർഡിനേറ്റ് ചെയ്യുന്നത് വാസ്തവത്തിൽ അവർ തന്നെയാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോട് കൂടെയുണ്ടെന്നും ഈ ആലയത്തിൻ്റെ അവിഭാജ്യതയാണെന്നും അറിയുന്നത് എത്രയോ സന്തോഷകരമാണ്. പ്രിയപ്പെട്ട സനൽ സാജൻ്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ആ യൂത്ത് ആർമിയെ ഏറ്റവും സന്തോഷത്തോടെ പ്രത്യേക സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, ക്രിസ്മസ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ബേബ്സ്, അതിന് മാറ്റമില്ല. ക്രിസ്മസ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ബേബ്സ്, ഇസ്ന്റ് ഇറ്റ്? നിശ്ചയമായിട്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളില്ലാതെ എന്താഘോഷമാണ്? അവരാണ് ഇതിനെ ധന്യമാക്കി തീർക്കുന്നത്. തുടർന്ന് അവരുടെ ടാബ്ലോ ഉണ്ട്, അവരുടെ സോങ്സ് ഉണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, അതിന് നേതൃത്വം നൽകിയ ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റർ ആദ്യവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഇടവയുടെ അംഗങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സഹോദര ഇടവകളിൽ നിന്നും നമ്മുടെ ഫ്രണ്ട്സായിട്ടും അനേകർ വന്നിട്ടുണ്ട് എന്ന് അച്ഛൻ അറിയാം. താഴെ നിറഞ്ഞിട്ടില്ല എങ്കിലും മുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. താഴെ നിറയുവാൻ ജെൻസിൻ്റെ സൈഡിൽ ഏതാനും സീറ്റുകൾ ഉണ്ട് എന്നുകൂടി ഞാൻ ഈ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സായി, നമ്മുടെ സിസ്റ്റർ ചർച്ചസിൻ്റെ മെമ്പേഴ്സായി ഈ ആലയത്തിൻ്റെ കരൾ സർവീസിനെ ധന്യമായി കണ്ടുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഒരുപാട് വിലമതിക്കുന്നു. ദൂരങ്ങൾ താണ്ടി കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. എൻ്റെ ഇടവയുടെ ഓഫീസ് ബെയറേഴ്സ്, എൻ്റെ ഇടവയുടെ കൈസാന സമിതി അംഗങ്ങൾ, അതിൻ്റെ ഇടവക അംഗങ്ങൾ, എല്ലാവരുടെയും നിയോഗം വലുത് തന്നെയാണ്.
ഈ രാത്രി നിങ്ങൾ ഒരാളില്ല എങ്കിൽ ഇതിനെന്തോ ഒരു കുറവുണ്ട്. എന്നാൽ ഈ രാത്രി നിങ്ങളുണ്ടെങ്കിൽ ഇതിനോട് പലതും ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. സുന്ദരമാണ് ഈ രാത്രി. ഈ രാത്രി ഇനി ഈ വർഷം കിട്ടില്ല. ഈ സുന്ദരമായ രാത്രി ഇനി ഈ വർഷം കിട്ടില്ല. അടുത്ത വർഷമോ അതിൻ്റെ അവസാനം വരെ കാത്തിരുന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു സുന്ദര രാത്രിയെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ മെസ്സേജ് വീണ്ടും ഓർക്കുക. ഗോഡ് ഈസ് വിത്ത് us in the midst of all our insecurities and negligence. God bless us all. Let's now listen to the word of God from the Old Testament. The first lesson read by Mr. Kevin Kuriakos. The first lesson for today is Isaiah chapter 9, verses 1 to 7. Isaiah 9, 1 to 7. But there will be no gloom for her who was in anguish. In the former time, he brought into contempt the land of Zebulun and the land of Naphtali. But in the latter time, he has made glorious the way of the sea, the land beyond the Jordan, Galilee of the nations. The people who walked in darkness have seen a great light. Those who dwelt in a land of deep darkness, on them has light shined. You have multiplied the nations, you have increased its joy. They rejoice before you as with joy at the harvest, as they are glad when they divide the spoil. For the yoke of his burden and the staff for his shoulder, the rod of his oppressor, you have broken as on the day of Midian. For every boot of the tramping warrior in battle tumult, and every garment rolled in blood, will be burned as fuel for the fire. For to us a child is born, to us a son is given, and the government shall be upon his shoulder, and his name shall be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. Of the increase of his government and of peace there will be no end, on the throne of David and over his kingdom, to establish it and to uphold it, with justice and with righteousness, from his time forth and forevermore. The zeal of the Lord of hosts will do this. Thus ends the lesson for today. The choir will now render a Malayalam and an English song. The Malayalam song Swargiya Ganam is written and composed by Sri Joji Matthew Kurian and conducted by Sri Jose Thomas. The English song O Come Emmanuel, conducted by Sri Verghese Cherian, is a traditional Christian hymn for Advent, and the text was originally written in Latin centuries ago, which was translated to English by Mr. John Mason Neal. Let us now listen to the first and second songs of the senior choir.
Let's now listen to the second lesson, which will be read from the New Testament by Dr. Karen Mary John. The second lesson will be taken from the Gospel according to Luke, chapter 2, verses 1 through 14. Luke, chapter 2, verses 1 through 14. And it came to pass in those days that a decree went out from Caesar Augustus that all the world should be registered. This census first took place while Quirinius was governing Syria. So all went to be registered, everyone to his own city. Joseph also went up from Galilee, out of the city of Nazareth, into Judea, to the city of David, which is called Bethlehem, because he was of the house and lineage of David, to be registered with Mary, his betrothed wife, who was with child. So it was that while they were there, the days were completed for her to be delivered. And she brought forth her firstborn son, and wrapped him in swaddling clothes, and laid him in the manger, because there was no room for them in the inn. Now there were in the same country shepherds living out in the fields, keeping watch over their flock by night. And behold, an angel of the Lord stood before them, and the glory of the Lord shone around them, and they were greatly afraid. Then the angel said to them, "Do not be afraid, for behold, I bring you good tidings of great joy, which will be to all people. For there is born to you this day in the city of David a Savior who is Christ the Lord. And this will be the sign to you. You will find a babe wrapped in swaddling clothes lying in the manger." And suddenly there was with the angel a multitude of the heavenly host, praising God and saying, "Glory to God in the highest, and on earth peace, goodwill to men." Here ends today's second lesson. The next song by the senior choir is a Malayalam song, Immanuel Jadhanai, written by Sri Joji Thomas, music by Sri A.P. John, and arranged by Sri Thomas Jacob Kaidale. This song will be conducted by Sri Jose Thomas.
Now render an English carol, How Should a King Come, written by Carol Owens, music by Jimmy Owens, and arranged by Tom Fetke. Jimmy and Carol Owens were an American husband and wife songwriting and author team. The song will be conducted by Sri Verghese Cherian. Should a king call? Even a child knows the answer, of course, in a coach of gold with a pure white horse, in a beautiful city in the prime of the day, and the trumpets should cry, and the crowds make way, and the flags fly high in the morning sun, and the people all cheer for the sovereign born. And everyone knows that's the way that it's done. That's the way that a king should come. How should a king come? He should long for his treasures and his houses and lands. He should dine upon some strawberries and milk, and sleep upon bedclothes of satin and silk. And high on a hill his castle should glow, with the lights of the city like jewels below. And everyone knows that's the way that it's done. That's the way that a king should go. On a star-filled night into Bethlehem rode a weary woman and a worried man, and the only sound in the cobblestone street was the shuffle and the ring of the donkey's feet. And the king lay him in a virgin's womb, and there were no crowds to see
Glory to God. Peace on earth, goodwill to men. Glory, glory to God. Christ is born in Bethlehem. Glory to God. Glory in the highest. Glory to God. Glory in the highest. Glory to Listen to the third lesson for the evening, read by Miss Nikita Anna Ajit. Today's third lesson is taken from the Gospel of St. John, chapter 1, verses 1 to 14. St. John 1, 1 to 14. In the beginning was the Word, and the Word was with God, and the Word was God. He was with God in the beginning. Through him all things were made. Without him nothing was made that has been made. In him was life, and that life was the light of all mankind. The light shines in the darkness, and the darkness has not overcome it. There was a man sent from God whose name was John. He came as a witness to testify concerning that light, so that through him all might believe. He himself was not the light. He came only as a witness to the light. The true light that gives light to everyone was coming into the world. He was in the world, and though the world was made through him, the world did not recognize him. He came to that which was his own, but his own did not receive him. Yet to all who did receive him, to those who believed in his name, he gave the right to become children of God. Children born not of natural descent, nor of human decision or a husband's will, but born of God. The Word became flesh and made his dwelling among us. We have seen his glory, the glory of the one and only Son, who came from the Father, full of grace and truth. Here ends today's third lesson. Now comes the part that we have all been eagerly waiting for. The songs by the junior choir and the tableau by our tiny tots. The junior choir will now sing two songs for us. The Malayalam carol, Panjamangal Paadi Varu Manikuile, is written by Matthew Jacob and music by Joel George. The second song, O Holy Night, was composed by Adolph Adam and the English version written by John Sullivan Dwight from the original French text. The junior choir will be conducted by Sri Verghese Cherian. പഞ്ചമങ്ങൾ പാടി വരൂ മണിക്കുയിലേ, പുൽത്തൊഴുത്തിൽ പുഞ്ചിരിച്ചു മണിക്കുരുന്ന്, മഞ്ഞണിഞ്ഞ മാമലകൾ പുൽകി വരും തെന്നലുകൾ, തമ്പുരുവിൻ തന്ത്രികൾ പഞ്ചമസ്വരമായി. പഞ്ചമങ്ങൾ പാടി വരൂ മണിക്കുയിലേ, പുൽത്തൊഴുത്തിൽ പുഞ്ചിരിച്ചു മണിക്കുരുന്ന്, മഞ്ഞണിഞ്ഞ മാമലകൾ പുൽകി വരും തെന്നലുകൾ, തമ്പുരുവിൻ തന്ത്രികൾ പഞ്ചമസ്വരമായി. വിണ്ണിൻ ചിറകിൽ പറന്നുയരും രാത്രിതാരം, ഇരുളിൽ വഴിദീപമായി. മണ്ണിൻ മടിയിൽ പിറന്നൊരു ദിവ്യാവതാരം, വരൂവിൽ വഴികാട്ടിയായി. ബേത്ലഹേമിൽ ജാതനായി രാജാധിരാജനവൻ. പഞ്ചമങ്ങൾ പാടി വരും മണിക്കുയിലേ, പുൽത്തൊഴുത്തിൽ പുഞ്ചിരിച്ചു മണിക്കുരുന്ന്, മഞ്ഞണിഞ്ഞ മാമലകൾ പുൽകി വരും തെന്നലുകൾ, തമ്പുരുവിൻ
സ്വർഗം വെടിഞ്ഞു മനുകുല രക്ഷാദിനാഥൻ ജഗത്തിൽ അധിപതിയായി വിണ്ണിൻ മഹത്വം മനുകുലമൊന്നാകെ ശാന്തി സമൃദ്ധി സമാധാനവും ആഘോഷിപ്പിൻ ആനന്ദിപ്പിൻ സ്നേഹത്തിൽ പങ്കിടുവിൻ പഞ്ചമങ്ങൾ പാടി വരൂ മണിക്കുയിലെ പുൽത്തൊഴുത്തിൽ പുഞ്ചിരിച്ചു മണിക്കുരുന്ന് മഞ്ഞളിഞ്ഞ മാമലകൾ പുൽകി വരും തെന്നലുകൾ തമ്പുരുവൻ തന്ത്രികൾ പഞ്ചമസ്വരമായി പഞ്ചമങ്ങൾ പാടി വരൂ മണിക്കുയിലെ പുൽത്തൊഴുത്തിൽ പുഞ്ചിരിച്ചു മണിക്കുരുന്ന് മഞ്ഞളിഞ്ഞ മാമലകൾ പുൽകി വരും തെന്നലുകൾ തമ്പുരുവൻ തന്ത്രികൾ പഞ്ചമസ്വരമായി പഞ്ചമങ്ങൾ പാടി വരൂ മണിക്കുയിലെ പുൽത്തൊഴുത്തിൽ പുഞ്ചിരിച്ചു മണിക്കുരുന്ന് മഞ്ഞളിഞ്ഞ മാമലകൾ പുൽകി വരും തെന്നലുകൾ തമ്പുരുവൻ തന്ത്രികൾ പഞ്ചമസ്വരമായി. Holy night, the stars are brightly shining. It is the night of our dear Savior's birth. Long lay the world in sin and error pining, till He appeared and the soul felt its worth. The thrill of hope, the weary soul rejoices, for yonder breeze a new and glorious morn. Fall on your knees. Oh, hear the angel voices. Oh, night divine. Oh, night when Christ was born. Led by the light of faith serenely beaming, with glowing hearts by His cradle we stand. Led by the light of the sun sweetly gleaming, here come the wise men from Orient land. The King of Kings lay thus in lowly manger, in all our trials, born to be our friend. He knows our need. He guarded us from danger. Behold your King before the lowly bed. Fall on your knees. Oh, hear the angel voices. Oh, night divine. Oh, night when Christ was born. Oh, night divine. Oh, night when Christ was born. Now the offertory will be taken while we sing the hymn Vishwasigaleva.
വിലതീരാത്ത ദാനമായി തൻ്റെ പുത്രനെ ലോകത്തിന് പങ്കുവെച്ച ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചതിൻ്റെ വിലകളൊക്കെ ഞങ്ങൾ തിരിച്ചറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരെ, അതിൻ്റെ ദശാംശങ്ങൾ ദൈവസന്നദ്ധിയെ ഞങ്ങൾ സമർപ്പിക്കുന്നവരെ, വിലതീരാത്ത ദാനത്തിൻ്റെ മാതൃകയെ പിൻപറ്റി അടിയങ്ങൾക്കുള്ളവയെ പൂർണ്ണമായി ദൈവസന്നദ്ധിയിലേക്ക് സമർപ്പിച്ചിരിക്കുമ്പോൾ ഈ കാഴ്ചകളിൽ സ്വർഗമേ അവിടുന്ന് പ്രസാദിക്കണമേ. അങ്ങയുടെ മഹത്വത്തിലാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെയും ഇതിൻ്റെ സാധാരണ രംഗങ്ങളെയും ആശീർവദിക്കണം. യേശു നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. Now I invite Mr. Naveen Abraham Cherian to introduce our chief guest for the day, Sri R. Rajagopal, Editor-at-Large of the Telegraph newspaper daily. Respected Achins, esteemed guests and members of Jerusalem Marthoma Church, it is an absolute pleasure to extend a warm welcome to our distinguished chief guest for the evening's carol service program. We are privileged to have with us Mr. R. Rajagopal, a leading figure in the realm of journalism, a seasoned senior journalist with more than 30 years of invaluable experience. He is currently serving as the senior journalist with more than 30 years of invaluable experience. He is currently serving as the editor-at-large of the Telegraph newspaper daily, which is a pinnacle of journalism in India. He joined the Telegraph newspaper in the year 1996 and was escalated to the post of editor in 2016. He was recently promoted to the post of editor-at-large. Beyond his great journalism career, Rajagopal sir is a proud member of Calcutta Marthoma Church. His commitment to both his professional and spiritual pursuits make him a truly remarkable individual. In addition to his impressive professional achievements, Rajagopal sir is connected to us on a personal level, as he is the son-in-law of Mrs. Leelama Nainan, a cherished member of our congregation. It is noteworthy that Rajagopal sir is not just a distinguished journalist, but also a prominent figure in delivering messages in church ecumenical forums. His insights and experiences bring a unique perspective that will undoubtedly enrich our evening carol service. So now, let me welcome Rajagopal sir to deliver us with this evening's Christmas message. Reverend Anil George, ബഹുമാന്യരെ, കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അച്ഛൻ ഏറ്റവും മെറ്റിക്കുലസ് ആയിട്ട് വളരെ മുന്നോ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനൊരു മെസ്സേജ് ഡെലിവർ ചെയ്യണം. അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നവർക്കൊരു റൂളുണ്ട്, ദ ഫസ്റ്റ് 24 hours ഇസ് ദ ഗോൾഡൻ 24 hours. അത് യു വിൽ നെവർ ഗെറ്റ് ഇറ്റ് അഗെയിൻ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ദിവസം എന്തായിരിക്കണമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല എന്തായിരിക്കണം മെസ്സേജ് എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ ഒരു 24 മണിക്കൂർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ടോപ്പിക്. അപ്പോൾ ഞാനിങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചു എന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഓൾമോസ്റ്റ് ഗേവ് അപ്പ്. എന്നിട്ട് ഞാൻ ഒരു യാത്രയിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഡിസംബർ 7-ാം തീയതി ഒട്ടും പ്രതീക്ഷിക്കാതെ, ഈ ഗോഡ് വർക്ക്സ് ഇൻ മിസ്റ്റീരിയസ് വേസ് എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ യാദൃച്ഛികമായിട്ട് ഞാൻ ഓഗസ്റ്റിൽ എങ്ങോട്ട് അവസാനം കമ്മ്യൂണിക്കേറ്റ് ഒരു സുഹൃത്ത് എനിക്കൊരു അനുഭവക്കുറിപ്പ് അയച്ചു തന്നു. അതൊരു കഥയായിട്ടൊരു മാസികയിൽ വന്ന ഒരു കഥയാണ്. അപ്പം നിങ്ങളുടെ അനുഭവത്തോടെ ഞാൻ ആ കഥ വായിക്കാം. അധികമൊന്നുമില്ല, 5 മിനിറ്റേ ഉള്ളൂ. പിന്നെ 2 മിനിറ്റ് അതിൻ്റെ പിറകിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൂടി സംസാരിക്കാം. അപ്പോൾ ദയവേത് അത് ശ്രദ്ധിക്കുക. ഐ താങ്ക് ഓൾ ഓഫ് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇപ്പോൾ കഥയായതുകൊണ്ട് എനിക്ക് നോക്കി വായിച്ചാലേ പറ്റൂ, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. 1984 ഡിസംബർ, മഞ്ഞുകാലത്ത് ഞാൻ കൊടൈക്കനാൽ കാണാൻ പോവുകയായിരുന്നു. വളരെ കുറച്ച് കാശു മാത്രമേ കയ്യിലുള്ളൂ. ലോറികൾ മാറിക്കയറി യാത്ര ചെയ്യുന്ന ബിരുദ വിദ്യാർത്ഥി കാലമാണ്. ഒരു ലോറിയിൽ കയറി അതിൽ പോകാവുന്നത്ര ദൂരം താണ്ടും, പിന്നെ ഇറങ്ങും. ലിഫ്റ്റ് കിട്ടുന്ന മറ്റൊരു ലോറിക്ക് കാത്തിരിക്കും. ജിന്നുകളെയും പ്രേതങ്ങളെയും പേടിക്കാതെ ഉറങ്ങാനുള്ള പരിശീലന കളനികളായിരുന്നു അക്കാല രാത്രികൾ. എവിടെ കിടക്കും എന്നതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ കൊടൈക്കനാലിൽ അലയുന്നതിനിടയിൽ കരിങ്കൽ കെട്ടിൽ മനോഹരമായി നിർമ്മിച്ച ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിലെത്തി. വർണ്ണങ്ങളിലും അലങ്കാര ദീപപ്രഭയിലും കുളിച്ചു നിൽക്കുകയാണ് പള്ളി. അകത്ത് പ്രത്യേക പ്രാർത്ഥന നടക്കുന്നുണ്ട്.
കുട്ടികളും സ്ത്രീകളും അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്നത് നോക്കി നിന്നു. തണുപ്പ് എല്ലിൽ കുത്തുന്നുണ്ട്, വിശപ്പ് പെരുമ്പറ കൊട്ടുന്നുണ്ട്. കയ്യിലുള്ള തുളവീണ സ്വെറ്ററിന് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒട്ടുമേ പറ്റുന്നില്ല. സത്യത്തിൽ ചൂടുള്ള ഒരു കിണ്ണം കഞ്ഞിയായിരുന്നു ആഗ്രഹിച്ചത്. രാത്രി ഉറക്കം കിട്ടിയാൽ പിന്നെ ഭക്ഷണം വേണ്ടല്ലോ. ഞാൻ പള്ളിമുറ്റത്ത് തന്നെ നിന്നു. അകത്തു കയറാമോ? കയറിയിട്ട് എന്ത്? കുറേ നേരം അങ്ങനെ നിന്നു. മഞ്ഞ് ശക്തമായി പെയ്യുന്നുണ്ട്. പള്ളിയിലെ ദീപപ്രഭയിലും റോഡിലെ ലൈറ്റ് പോസ്റ്റിന് കീഴിലും മഞ്ഞ് വീഴുന്നത് ശരിക്കും കാണാം. തോർത്തെടുത്ത തലയിൽ കെട്ടി, പക്ഷേ മൂക്കൊലിപ്പിന് കുറവൊന്നുമില്ല. അപ്പോഴാണ് ഒരു കാരോൾ സംഘം റോഡിലൂടെ വന്നത്. അവർ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവരല്ല. ഞാൻ റോഡിലേക്ക് ഇറങ്ങി. സാന്റ എന്നെ കണ്ടതുകൊണ്ടുവണ്ണം നിന്നു. പെട്ടെന്ന് ഒരു മിഠായി എടുത്തു നീട്ടി. മെറി ക്രിസ്മസ് പറഞ്ഞു. ഞാനായി മിഠായി വായിലിട്ടു. കരോൾ സംഘത്തിൻ്റെ പിന്നിൽ ചേർന്ന് നിന്നു. പാട്ടുകളും സ്തോത്രങ്ങളും തമിഴിലാണ്. അതിനാൽ കൂടെ പാടാനായില്ല. കാരോൾ സംഘം വീടുകളിൽ കയറി ഇറങ്ങുന്നു, പണം പിരിക്കുന്നു. ചില വീടുകളിൽ നിന്നും കേക്കും മറ്റും കിട്ടുന്നുണ്ട്. കരോളിൻ്റെ ആവേശവും ഉത്സാഹവും എന്നെ മുന്നോട്ട് തന്നെ നടത്തി. ഒരു വീട്ടിൽ നിന്ന് സാന്റയ്ക്ക് ഒരു പൊതിച്ചോറ് കിട്ടി. സാന്റയ്ക്ക് മാത്രമേ ഉള്ളൂവെന്ന് വീട്ടുകാരൻ തമിഴിൽ പ്രത്യേകം പറയുന്നത് ഞാനും കേട്ടു. ഒരു പബ്ലിക് ടാപ്പിനടുത്ത് വച്ചാണ് സാന്റ എനിക്ക് പൊതി തന്നത്. ഞാൻ കൈ കഴുകി പൊതി തുറന്നു. ചോറും അപ്പവും ഇറച്ചിക്കറിയും. ഞാനത് വാരി വാരി തിന്നു. അതിനിടെ സാന്റയെയും കരോൾ സംഘത്തെയും മറന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ഒന്നും കാണാനില്ല. അവർ നടന്ന് മറഞ്ഞിരുന്നു. അതുവരെ നടന്നത് ഒരു സ്വപ്നമായിരുന്നു എന്ന തോന്നൽ എനിക്കുണ്ടായി. എന്നാൽ സാന്റ തന്ന മിഠായിയുടെ വർണ്ണചിത്രമുള്ള കവർ എൻ്റെ കീശയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പള്ളിമണിയുടെ ശബ്ദം കേട്ട പോലെ തോന്നി. ജീസസ്, ഞാൻ ഇന്ന് സാന്റയെ കണ്ടു. ഇങ്ങനെ പിറുപുറത്ത് രാത്രി ഉറക്കത്തിന് സൗജന്യ സത്രങ്ങൾ തേടി പിന്നെയും ഞാൻ അലഞ്ഞു തുടങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ദ ടൈറ്റിൽ ഓഫ് ദിസ് ലൈഫ് എക്സ്പീരിയൻസ് ഇസ് സാന്ത തന്ന പൊതിച്ചോറ് എന്നാണ് ഈ കഥയുടെ പേര്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ എ മാഗസീൻ കോൾഡ് ജാഗ്രതയുടെ കേരളീയം. ജാഗ്രതയുടെ കേരളീയം എന്ന് പറഞ്ഞ ഒരു മാസികയിൽ വന്ന ഒരു കഥയല്ല, ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ്, ഒരു അനുഭവക്കുറിപ്പാണ്. ഹൂ ഇസ് മൈ നെയ്ബർ? There are no limits. Jesus is saying, no ethnic limits, no geographical limits to neighborhood of the kingdom of God. I hope and pray that this Christmas and beyond, you, like Muzaffar, will find the reassuring presence of a chocolate wrapper in unexpected places. That will be a reminder that you have been a good neighbor, which means you have been a good Christian. Thank you. I wish you all a Merry Christmas. Thank you. Thank you, sir. The next song is a Malayalam carol, Kuyile Studigeetham Padu. The Malayalam song will be conducted by Sri Jose Thomas. കുരുവി താളം തുള്ളി ചാടും കുരുവി പറയൂ
The choir will now render an English composition, the first Noel, which is a traditional English Christmas carol with Cornish origins. Noel is an early modern English synonym of Christmas from the French Noël, the Christmas season, ultimately from Latin natalis, or the day of birth. This song will be conducted by Sri Verghese Cherian. Was to certain poor shepherds in fields as they lay, in fields where they lay keeping their sheep, on a cold winter's night that was so deep. Nowhere
came down from heaven 2,000 years ago in the form of a tiny baby born in a humble manger to show us the example of selfless love and sacrifice. The next carol, a Malayalam song, Bethlehemin Divyatharam, is written and composed by Sri Mijin Matthew Jose and will be conducted by Sri Jose Thomas. now sing an English carol, The Coming of the Lord, conducted by Sri Verghese Shirian.
This energetic Advent anthem from Pepper Choplin is inspiring and very appropriate for the season. Pepper Choplin is a full-time composer and conductor. He has gained reputation as one of the most creative writers in church music. His published work includes over 330 anthems for church and school choir, plus 24 church cantatas and 4 books on piano arrangements. Lift up your heads, O gates, and make the highway straight. Prepare to celebrate the coming of the Lord. Your waiting soon will end, God's glory will descend. Rise up and welcome in the coming of the Lord, the coming of the Lord. Prepare the way for the coming of the Lord. Prepare the way for the coming of the Lord. The ancient words foretell, God with us He will dwell. Christ our Emmanuel, and all will sing the glory of the Lord. Lift up your heads, O gates, and make the highway straight. Prepare to celebrate the coming of the Lord. Your waiting soon will end, God's glory will descend. Rise up and welcome in the coming of the Lord, the coming of the Lord. Prepare the way for the coming of the Lord. Prepare the way for the coming of the Lord. The ancient words foretell, God with us He will dwell. Christ our Emmanuel, and all will sing the glory of the Lord. Prepare the way, oh come prepare the way. Prepare the way, oh come prepare the way. Praise of the Lord, and then the deaf will hear. The blind will see Him clear. The mute will find their voice. The lame will leap for joy. Prepare the way of the coming of the Lord. Prepare the way of the Lord. Rejoice, rejoice, Emmanuel. Our God will come to us. Prepare the way for the coming of the Lord. That we come to the end of this year's magnificent and melodious carol singing. Now I invite Dr. Jenny Lynn Kovur, the choir secretary, for giving the vote of thanks. Respected Anil George Achin, T.S. Samuel Achin, Chief Guest Sri R. Rajagopal, all the members of our church, invitees, friends and family. The duty entrusted with me is to thank one and all who have gathered here. First of all, let me thank our vicar, Anil George Achin. Without his guidance, it is not possible to conduct a program like this. Thank you, Achin, for your patient listening and advices on behalf of our choir. Next, I would like to thank T.S. Samuel Achin, whom I know from my childhood days. Achin, your presence and blessings always grace the occasion. Thank you, Achin, on behalf of our choir. Next, I would like to thank our chief guest, Sri R. Rajagopal. As you all know, he is the son-in-law of Leelama Nainan Auntie, husband of Minnie Elizabeth Nainan, and father of Bulbul and Mohan. That is the easiest way to make you all understand who he is and how close he is to our church. Thank you, sir, for accepting our invitation. In spite of your busy schedule, your message was very impressive and thought-provoking. I would like to thank our congregation. Thank you all for finding time to attend the service, especially the senior members of our church. Nowadays, most of them like to sit and watch the program,
at their comfort zone. Thank you all for coming. I would like to thank our choir members. It was your show, and you all played your part well for the glory of God. We started our practice late September, but it was a marathon race from then onwards on Fridays, Saturdays, and Sunday afternoons. Half of the crowd are retired, and the other half jumping from one commitment to the other. Was really hectic. Meantime, many got sick, but God's grace was sufficient for us to be a part of this program. Thank you, dear choir members. I would like to thank our choir masters, Mr. Jose Thomas and Mr. Verghese Cherian. Mr. Verghese Cherian, whom we call as Vinu, is a very busy VIP person professionally. But when he comes to teach us, he patiently deals with all age groups. That includes our junior choir and senior choir members. Thank you, Vinu, for finding time and putting effort to teach us. We all know it's a Herculean task to deal with us, but God has given you the patience. Thank you once again. Next, I would like to thank Jose Thomas sir, whom we call Jose Chan. He comes all the way from Tiruvalla. In spite of his health issues, his commitment and passion for music had brought him here. Thank you, Jose Chan, on behalf of our choir. I would like to thank Vinu and Aaron for teaching the junior choir. Thank you all the junior choir members for your active participation. You all sung melodiously and we enjoyed your singing. I would like to thank all senior choir members for your support and guidance. Thank you, Thomas Cherian, Preeta Abraham, Dr. Lynn Kovoor, John Mathai, for your timely advices and support. Without keyboard player, the church choir is not complete. I would like to thank Aaron for the tremendous effort he put in. He travels all the way from Srikaryam to reach on time during the peak hours. Also, I would like to thank Vinu, Sanal, Shebin, and Nishant for their contribution. Thank you all on behalf of the choir and congregation. Next, I would like to thank Joel John Thomas. He's preparing for his 12th board exam, but very responsible and dedicated when it comes to church matters. He manages the mixing unit and online relay. Thank you, Joel, and all the best for your exam. I would like to thank the youths of our church for their effort in decorating the church, and anything and everything you name it, they are there. Thank you all the youths on behalf of our choir. Especially Karen, Sanal, and Kevin for bringing the youths together. Next, I would like to thank sound engineer Tennyson for finding time to be here. Your sincerity to our church is more than words can explain. Thank you, Tennyson. At the moment, he is not here, but yesterday he was here. This time, we are using our new sound system. Thank you, Gino Raj and Jijo Raj, sound engineer, for helping us throughout yesterday's practice and today's program. I would like to thank our MC, Dr. Abraham Epen John. As we all know him as Nishant, he's doing his master's in oncology at Kottayam Medical College, so you will know how busy he is. He was all in all of our choir. His service to church and society are remarkable. Thank you for doing an excellent job on behalf of our choir. Next, I would like to thank our church secretary, Mr. Anil Abraham Samuel. I would like to thank Jacob John, whom we call Biju John Studio, for recording the program. It was adorable to watch our tiny tots play the nativity scene. Thank you all the Sunday school teachers, students who were part of the tableau, and parents for bringing up your children. Next, I would like to thank our sexton, Gilbert. I would like to thank our choir committee members for all the support and guidance to make it happen. Thank you one and all, especially all who have come from neighboring churches, neighborhood, friends, and extended families. Hope I haven't missed out anyone. To conclude, let me quote a verse from Psalm 122, verse 6 to 9 by King David. It says, "Pray for the peace of Jerusalem. O Jerusalem, may those who love you be secure. May there be peace within your walls and security within your citadels. For the sake of my family and friends, I will say, peace be within you.
So here is my wish. Let there be peace within you during this Christmas season. Thank you, one and all. Now I'll call upon Anil George Achan to hand over the memento to honor our chief guest, Sri R. Rajagopal. Finally, we'll wind up today's program by singing the traditional and age-old carol, Silent Night. Following that, we'll all rise for the prayer and benediction. Let's all rise and sing with the choir, Silent Night, Holy Night. Sleep.
ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവന് പല സൂത്രങ്ങളെ ആലോചിച്ച് വരുന്നു. പല സൂത്രങ്ങൾ ആലോചിച്ച് നാനാമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞതായിട്ടുള്ള മാനവ സമൂഹത്തെ തള്ളിക്കളയാതെ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ ഞങ്ങളെ തേടി മനുഷ്യനായി ലോകത്തിൽ വന്ന ദൈവപുത്ര, അവിടുത്തെ സ്നേഹത്തിനായി സ്തുതിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം കരയറ്റുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അത്യുന്നതങ്ങളുടെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഞങ്ങൾക്ക് സമാധാനം തരുവാൻ ഉടയവനിൽ നിന്ന് അന്യപ്പെട്ട് കർത്താവെ ജീവിച്ചു പോയതായ മാനവ സമൂഹത്തെ തേടി വന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടതയും കുരിശുമരണവും സഹിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത രക്ഷക, അവിടുത്തെ സ്നേഹത്തിനായി സ്തുതിക്കുന്നു. അങ്ങേ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം കരയറ്റുന്നു. ദൈവപുത്രൻ്റെ ജഡധാരണത്തെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഈ നോയമ്പിൻ്റെ കാലയളവിനായി സ്തോത്രം. ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് തിരുനാമത്തിൽ തിരുസന്നിധിയിൽ ദേവാലയത്തിൽ ഒന്നിച്ച് കൂടുവാൻ, അങ്ങയെ പാടി സ്തുതിപ്പാൻ, അങ്ങേക്ക് സ്തോത്രം കരയറ്റുവാൻ അവിടുന്ന് തന്ന സാവകാശത്തിനായി, സ്വസ്ഥതയ്ക്കായി സ്തോത്രം. ദൈവമേ, ഈ ദിവസങ്ങളിലൊക്കെ പാട്ടുകൾ പരിശീലിച്ച് അത് ഏറ്റവും ഭംഗിയായി ഇന്ന് അവതരിപ്പിച്ച് ഞങ്ങൾക്ക് സന്തോഷവും പ്രത്യാശയും കണ്ടെത്തുവാൻ ഇടയാക്കിയല്ലോ. ഗായകസംഘത്തിലെ എല്ലാ അംഗങ്ങളെയും ഓർത്ത് സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ തിരുവല്ലയിൽ നിന്ന് വന്ന പാട്ട് പരിശീലിപ്പിച്ച ജോസ് സാറിനെയും ഇടവാംഗമായിട്ടുള്ള വിനുവിനെയും ഒക്കെ ഓർത്ത് സ്തോത്രം. അവരെല്ലാവരിലൂടെയും ലഭിച്ച സ്നേഹത്തിൻ്റെ ശുശ്രൂഷകൾക്കായി, എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. നാളത്തെ വിശുദ്ധ ദിവസത്തിനായി സ്തോത്രം. ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഉടയവനെ ആരാധിപ്പാൻ, ദൈവപുത്രനെ ആരാധിപ്പാൻ ഒന്നിച്ചു ചേരുന്ന വിശ്വാസികൾ ഗണത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഇവിടെ ഞങ്ങളും കർത്താവിനെ ആരാധിക്കുന്നത് സന്തോഷമായി അനുഗ്രഹവുമായി തീരണമേ. ദേശത്തോട് കരുണയുണ്ടാകണമേ. ഇടവകയെ വാഴ്ത്തണമേ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തികൾക്കായും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ ദിവ്യ സന്ദേശം തന്നതായ പ്രിയപ്പെട്ട രാജഗോപാൽ സാറിനായി പ്രത്യേകാൽ സ്തോത്രം. ശുശ്രൂഷിക്കുന്ന മേഖലയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിപ്പാൻ, സേവനം ചെയ്യുവാൻ എൻ്റെ ഭൃത്തിനെയും ബലപ്പെടുത്തണമേ. ഇവിടെയുള്ള സ്വന്തപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. ജീവനും ശക്തിയും ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൃപ, സാന്നിധ്യം, കരുണ, കാവൽ, അനുഗ്രഹങ്ങൾ നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായ എല്ലാ വിഷയങ്ങളോടും നമ്മുടെ ദേശത്തോടും ഇടവകയോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Participation in this Christmas carol service and wishing all of you a blessed Christmas and new hope for the year to come.